കുഷ്ഠക്ഷയ ശ്വാസകാസ ഹൃദ്രോഗൈർനിസ്വദാദിഭിഃ പീഡിതാനൈവ കുർവീരൻ ഉദ്വാഹം തു കദാചന. കുഷ്ഠക്ഷയ ശ്വാസകാസ ഹൃദ്രോഗൈർനിസ്വദാദിഭിഃ. കുഷ്ഠം, ക്ഷയം, ശ്വാസം, കാസം, ചുമ, ഹൃദ്രോഗങ്ങൾ, ദാരിദ്ര്യം മുതലായവകളാൽ പീഡിതാഹാതു പീഡിതന്മാരായ ജനങ്ങളാകട്ടെ കദാചന ഒരിക്കലും ഉദ്വാഹം വിവാഹം നൈവ കുർവീരൻ ചെയ്യരുത് എന്നാണ് ഗുരു പറയുന്നത്. പലപ്പോഴും നമ്മൾ വഞ്ചന കാണിക്കും ചില ആളുകൾ. ചില രോഗങ്ങൾ കൂടുതൽ തീവ്രമായി തീരുകയും ആ രോഗങ്ങൾ സന്തതികളിലേക്ക് സംക്രമിക്കുകയും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ജീവിതം കെടുത്തിക്കളയുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് കുഷ്ഠം എന്നത് ആദ്യകാലത്ത് മിക്ക ആളുകളിലും ഉണ്ടായിരുന്നു. അത് മാറാത്ത ഒരു രോഗമായിരുന്നു. അതുപോലെ ക്ഷയം, അതും ഇപ്പോഴൊക്കെ ആരോഗ്യകരമായ കാര്യത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ചില അസുഖങ്ങൾ മാറാവുന്നതാണ്, മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് പറയാൻ കാരണം നാം പണ്ട് കാലത്ത് ഒന്നും തന്നെ ആരും വേറൊരാളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഗുരു പറയുന്നു, നാം ജാതകം നോക്കുന്നതിനേക്കാളും അത്യാവശ്യം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്. സ്ത്രീയുടെയും പുരുഷൻ്റെയും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പരസ്പരം കൈമാറണം, സർട്ടിഫൈഡ് ആയിട്ട്. ആധുനിക ലോകത്ത് പലയിടങ്ങളിലും യാത്ര ചെയ്യുന്ന പുരുഷനും സ്ത്രീയും അവർ ഏതെങ്കിലും വിധത്തിൽ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ അവർക്ക് സംക്രമിക്കാനിടയുണ്ട്. രക്തം കുത്തിവെക്കുന്ന സിറിഞ്ച് ഒന്ന് മാറിപ്പോയാൽ മതി. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ അവരുടെ സന്തതികൾക്കതുണ്ടാകും. അതുപോലെ തന്നെ അത് ഒരു സാംക്രമികത സ്വഭാവമുള്ള രോഗമാണ്. ആ സാംക്രമിക സ്വഭാവമുള്ള രോഗങ്ങൾ ഒന്നും തന്നെ ആ വ്യക്തികൾ ഒരിക്കലും വേറൊരു വിവാഹം ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് ഗുരു പറയുന്നു. അപ്പം അവരുടെ ജീവിതത്തിൻ്റെ അവർ മാത്രം അനുഭവിക്കേണ്ട ആ പ്രാരബ്ധം അവരിൽ തന്നെ ഒതുങ്ങാം. വേറൊരാൾക്കത് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ അധർമ്മമാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഹൃദ്രോഗം, ഇന്നിപ്പോൾ ഹൃദ്രോഗം എന്ന് പറയുന്നത് മാറുന്നതാണ്. ഒരു വിധമൊക്കെ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. അത്രയും വൈദ്യശാസ്ത്രം വികസിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ രോഗങ്ങളും ഇന്ന് പലതും മാറ്റിയെടുക്കുക. ദാരിദ്ര്യം ഇന്ന് ഒരു രോഗമല്ല, ദാരിദ്ര്യം ഒരു പ്രശ്നമല്ല. ഇന്ന് ധനമില്ലാത്ത ഒരാൾ നാളെ ധനമുള്ളവനായിട്ട് തീരും. വിദ്യാഭ്യാസമുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ധനം ആർജിക്കാനുള്ള ഒരുപാട് ഉപായങ്ങളൊന്നുണ്ട് സമൂഹത്തിൽ. അതുകൊണ്ട് പണ്ടത്തെ പോലെ ദാരിദ്ര്യത്തിൻ്റെ തനിക്ക് പോലും അന്നം കണ്ടെത്താൻ കഴിയാത്ത ഒരുവന് കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ അവളും നരകിക്കും, അവളുടെ കുടുംബവും നരകിക്കും. മുമ്പത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ അനവധിയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് വരാം. ഒരു ജോലി കിട്ടിയാൽ തന്നെ, നല്ലൊരു വിദ്യാഭ്യാസം ലഭിച്ച് നല്ലൊരു ജോലി കിട്ടിയാൽ തന്നെ 6 മാസത്തിനുള്ളിൽ ഒരാൾക്ക് സമ്പന്നനാകാം. അതേപോലെയുള്ള വരുമാനങ്ങൾ ഇന്നുണ്ട്, ഉപായങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ചില രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, മാറാരോഗങ്ങൾ, അത്തരം രോഗങ്ങളുള്ള വ്യക്തികൾക്ക് നിങ്ങൾ സ്വയം വിവാഹം കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം. അതിൽ ഈ കാലഘട്ടത്തിൽ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ. അപ്പോൾ അത്തരം രോഗങ്ങളുള്ള വ്യക്തികൾ ഒരു കുടുംബത്തെ നശിപ്പിച്ച് കളയരുത് എന്ന് ഗുരു പറയുന്നു. അപ്പോൾ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഇനി വരുന്ന കാലത്ത് ഒത്തിരി ആവശ്യമാണ്. ഇന്നും ചില സ്ഥലങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറണമെങ്കിൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കണം. ചില ആശ്രമങ്ങളിലൊക്കെ ഉണ്ട് അങ്ങനെ.
ചില കോഴ്സുകൾക്ക് ചേരണമെങ്കിൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എടുക്കണം അവിടെ നിന്ന്. നമ്മൾ ഒരു നല്ല ഡോക്ടർ അവിടെ ഉണ്ടായിരിക്കും. ആ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് സർട്ടിഫൈ ചെയ്യണം. രോഗങ്ങൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അദ്ദേഹം സർട്ടിഫൈ ചെയ്യും ഇദ്ദേഹം എയ്ഡ്സ് ബാധിതനല്ല എന്നുള്ളത്. കാരണം കൂട്ടായ ഒരു ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ അയാൾക്ക് അത്തരം രോഗങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ഒരു മുഴുവൻ ജനതയെയും അത് നശിപ്പിക്കും. ഇന്നൊരു രാഷ്ട്രത്തിലേക്ക് പോകണമെങ്കിൽ, വേറൊരു രാഷ്ട്രത്തിലേക്ക് പോകണമെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടതുണ്ട്. അത്തരം ലോകമാണ് ഇന്നത്തേത് എന്ന് പറയാം. അപ്പോൾ ഗുരു പറയുന്നത് തത്വപരമായിട്ട് വളരെ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കണം.